എനിക്കെന്നെ ഭയങ്കര ഇഷ്ടം. എല്ലാ ഹെയർസിനും ചെയ്യാൻ പറ്റിയ ബിഗ് ഫോർ ഹെഡ് ഉള്ളവർക്ക് സ്ലൈഡ് കാണുന്ന ഇഷ്ടമല്ല എന്നാണെങ്കിൽ, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് എപ്പിസോഡ് ഓഫ് ഫ്ലോഡി. ഇറ്റ്സ് മീ അഖില. അപ്പം ഇന്നൊരു വീഡിയോ വരുന്നത്, ഞാൻ മുമ്പൊരു ഹെയർ സ്റ്റൈലിങ് വീഡിയോ ഇട്ട സമയത്ത് കമൻറ്റ് ബോക്സിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാനോ പറയാനോ റെക്കമെൻഡ് ചെയ്യാനോ എന്തുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ചെയ്യാമെന്നുള്ളത്. അപ്പം കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഫസ്റ്റ് വന്നത് വെച്ചാൽ ബിഗ് ഫോർ ഹെഡ് ഉള്ളവർക്ക് പറ്റിയ ഹെയർ സ്റ്റൈലിങ് വീഡിയോ ആണ്. അപ്പം ഇവിടെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ നോക്കുന്നുണ്ടാവുക, ബട്ട് ഇവിടെയാണ് ക്യാമറ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ബിഗ് ഫോർ ഹെഡ് ഉള്ളവർ ബാക്കോട്ടെടുത്ത് മുടി കെട്ടുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ്. കെട്ടരുത് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഓരോരുത്തരും ഇതാണ്, കുറയ്ക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ കെട്ടുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കയറിപ്പോവും. ഞാൻ പോലും ഇടയ്ക്ക് മാത്രമേ ഇങ്ങനെ കെട്ടാറുള്ളൂ, പക്ഷെ എന്നോട് അപ്പോൾ ഇങ്ങനെ കെട്ടി പോവാറുണ്ട്. ദാറ്റ്സ് ഓക്കെ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓപ്പൺ ഹെയർ ആയിരിക്കും കുറച്ചുകൂടി അങ്ങനെയുള്ളവർക്ക് കംഫർട്ടായിട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ഹെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഇതിപ്പോൾ എൻ്റെ കേളി ഹെയറാണ്. ഇപ്പോൾ കുളിച്ച് കുറച്ച് നേരമായിട്ടുള്ളൂ. അപ്പം കേളി ഹെയറിൽ ചെയ്ത് കാണിക്കാം, ബട്ട് എല്ലാ ഹെയർസിനും ചെയ്യാൻ പറ്റിയ ഹെയർ സ്റ്റൈലാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ഹെയർസിൽ ചെയ്യാൻ പറ്റിയ ഹെയർ സ്റ്റൈല് ഒരു 3 എണ്ണം പറഞ്ഞുതരാം. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മുന്നേ ഇട്ട വീഡിയോയിൽ ഞാൻ ഇങ്ങനെ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് പ്ലീറ്റ് ഇട്ട് ചെയ്ത ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ടായിരുന്നു. കണ്ടിട്ടില്ലേ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കണ്ടു നോക്കാം. ആ ഒരു ഹെയർ സ്റ്റൈലും നല്ലതാണ് കേട്ടോ, അടിപൊളിയായിരിക്കും. പിന്നെ അതിൽ പ്ലീറ്റ്സ് ഇട്ട് ബാക്കോട്ട് ചെയ്തത് ഒഴിവാക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സെൻറ്റർ പാർട്ടീഷൻ എടുക്കുക. എന്നിട്ട് ഇവിടുന്ന് കുറച്ച് മുടി ഇങ്ങനെ കുറച്ച് മുടി എടുത്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. അതുപോലെ ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ഒരു ഹെയർ പിന്ന് വെച്ചിട്ട് പിന്ന് ചെയ്യണം. പക്ഷെങ്കിൽ മോസ്റ്റ്ലി ആൾക്കാർക്കും ഈ ഹെയർ പിന്ന് കാണുന്നത് ഇഷ്ടമുണ്ടാവില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയത് ഒരു ഐഡിയ ആണെന്ന് വെച്ചാൽ, ഇങ്ങനെ ക്ലിയറായിട്ട് കാണുമെന്ന് എനിക്കറിയില്ല, ബട്ട് നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിവിടെ ഹെയറിലേക്ക് കുത്തി കൊടുത്തിട്ട് മുന്നിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ സ്ലൈഡ് കാണത്തില്ല. അത് മനസ്സിലായിട്ടില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് സ്ലൈഡ് കാണുന്ന ഇഷ്ടമല്ല എന്നാണെങ്കിൽ, ജസ്റ്റ് ഇതിങ്ങനെ കുത്തുന്ന മുന്നേ കുറച്ച് മുടി എടുത്തിട്ട് ബാക്കോട്ടേക്ക് ഇടുക. എന്നിട്ട് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം സ്ലൈഡ് വെച്ചിട്ട് ഇങ്ങനെ സാധാരണ സ്ലൈഡ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ബാക്കോട്ടിട്ട ഹെയർസ് ഫുള്ള് തിരിച്ചിങ്ങോട്ടേക്ക് ഇടുക. നല്ല ഭംഗിയില്ലേ? അതുപോലെ ഓപ്പോസിറ്റ് സൈഡും ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക, കുറച്ചും കൂടി ബാക്കോട്ടേക്ക് ആക്കി പിടിക്കുക. സാധാരണ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഹെയർ പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുടി ഫ്രണ്ടിലോട്ടേക്ക് തിരിച്ചിടുക. ആൻഡ് ഈ ഒരു ഹെയർ സ്റ്റൈല് എല്ലാ ഹെയർസിനും അടിപൊളിയായിട്ട് ചെയ്യും.
ഇതൊക്കെ കേളിക്ക് ചേരുന്നില്ലേ. ദെൻ വൈ നോട്ട് സ്ട്രെയിറ്റ് ഹെയർ ആൻഡ് ഈ ഹെയർ സ്റ്റൈലിൽ തന്നെ ചെറിയൊരു ഡിഫറൻസ് എടുത്തിട്ട് നമുക്ക് പോണിറ്റെയിൽ ചെയ്യാം. അങ്ങനെ വെച്ചാൽ കുറച്ച് മാത്രം സെൻറ്റർ പാർട്ടീഷൻ എടുക്കുക. ഇതുപോലെ ഇങ്ങനെ കുറച്ച് മാത്രം എടുക്കുക. എന്നിട്ട് ബാക്കിയൊക്കെ ബാക്കിലോട്ടേക്ക് ചെയ്യുക. ജസ്റ്റ് ചീകി വെച്ചാൽ മതി ബാക്കിലേക്ക്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ കുറച്ചെടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ആദ്യം വിചാരിച്ചില്ല എൻ്റെ ഹെയർ സ്റ്റൈലിംഗ് വീഡിയോസിന് ഇത്ര റീച്ച് കിട്ടുന്നു. എന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൂടി പേഴ്സണലി അല്ലെങ്കിൽ ഒരു സിംഗിൾ വീഡിയോയിൽ പറയുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ചെയ്തത്. പക്ഷെ കുറേ അധികം അത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഐ തോട്ട് വൈ നോട്ട്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ നിന്നും ക്ലിപ്പെടുത്ത് ചെയ്തു. ഇനി നമ്മൾ ഇതൊക്കെ കൂട്ടി ഇങ്ങനെ ചെയ്യും. ആക്ച്വലി ചിലർക്ക് ഇങ്ങനെ കിട്ടിയാലേ ഓക്കെ ആവുള്ളൂ എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മുടെ കുറച്ചുകൂടി ഇങ്ങനെ കയറി നിൽക്കുന്ന പോലെ തോന്നുള്ളൂ. പക്ഷെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ കുറച്ച് ഇങ്ങനെ എടുക്കുക. ആൻഡ് ഫുള്ളായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് തിരിയുള്ളൂ. കുറച്ച് മാത്രം ചെയ്യുക, ബാക്കിയൊക്കെ ബാക്കോട്ടാക്കുക. ദെൻ ഇവിടുന്ന് കുറച്ച് ഹെയർ എടുക്കുക, ഇവിടെ നിന്നും കുറച്ച് ഹെയർ എടുക്കുക. ദെൻ ക്ലിപ്പ് ഇറ്റ്. കുറച്ച് ലൂസ് ചെയ്ത് കൊടുക്കുക. ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. എപ്പോഴും നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇടണമെന്ന് ഞാൻ പറയുന്നില്ല. ചെറുതായിട്ട് ഹെയർസ് മുന്നിലോട്ട് ഇട്ടാൽ തന്നെ ഇവിടെ ഇങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കവറാവും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇങ്ങനെ നമുക്ക് തോന്നും. ഇനിയും നിങ്ങൾക്ക് പോണിറ്റെയിൽ കെട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ വഴിയുണ്ട്. ജസ്റ്റ് ഹെയർ എടുക്കുക, സൈഡ് പാർട്ടീഷൻ ചെയ്യുക. ഇത്രയും നേരം നമ്മൾ ഫ്രണ്ട് പാർട്ടീഷനാണ് ചെയ്തത്. കുറച്ച് ഹെയർ ഇവിടെ വെച്ചതിന് ശേഷം ബാക്കിയെല്ലാം എടുത്ത് കെട്ടുക. ദെൻ ഈ ഹെയർ ജസ്റ്റ് ഇങ്ങനെയാക്കി നിങ്ങളുടെ ഫോർഹെഡ് കവറാവും. ഈ ഹെയർ നമ്മുടെ റിബിനെ ഇങ്ങനെ കവർ ചെയ്തിട്ട് കണ്ടോ, അപ്പം റിബും കാണില്ല. അപ്പം നമ്മളിങ്ങനെ ഹെയർ ബണ്ണ് കവർ ചെയ്തിട്ട് മുടി ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് സ്ലൈഡ് ചെയ്ത് അങ്ങനെയുണ്ട്. ഓക്കെ, ഈ ഫോർഹെഡാണ് നമ്മൾ ഇത് വെച്ചിങ്ങനെ കവർ ചെയ്തത്. സിമ്പിൾ. ആൻഡ് ഓൾസോ ഈ ഹെയർ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടും
ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം. The last and simple one is this. Take a partition and do a low ponytail. Then add some hair. Everything is good. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇത് കുറച്ച് ടൈം എടുത്ത് മെല്ലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നാലേ നമുക്ക് പെട്ടെന്നൊരു സാധനം റെഡി ആവത്തില്ലല്ലോ, മെല്ലെ മെല്ലെ റെഡി ആവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കൂടാതെ മോർ വീഡിയോസ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഹെയർ സ്റ്റൈലിംഗ് വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ വീക്ക്ലി വീഡിയോ ചെയ്യുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് വിഷു, ക്ലാസ്, പൂരം ഇതിൻ്റെയൊക്കെ ഇടയിൽ പെട്ടുപോയി. ബട്ട് ഇപ്പോൾ വെക്കേഷനാണല്ലോ, ഐ വിൽ ഡു. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.